യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി മഹാനായ ഗസാലി ഇമാം തങ്ങൾ നമുക്ക് തരുന്ന നിർദ്ദേശങ്ങളിൽ മഹാൻ തുടർന്ന് പറയുകയാണ്, ബൽ മിനൽ ആദാബി അല്ലാ യുക്സിറൻ നൗമ ബിൻ നഹാർ ഹത്താ യഹുസ്സ ബിൽ ജൂഇ വൽ അത്ശി വയസ്തശ്ഇറ ളുഅഫൽ ഖുവ. മഹാൻ പറയുന്നത്, പകൽ സമയത്ത് അധികമായി ഉറങ്ങി ദാഹവും വിശപ്പുമെന്നും അറിയാത്തൊരവസ്ഥയിൽ പകൽ കഴിഞ്ഞു പോവുക എന്നത് അത് ശരിക്കും യഥാർത്ഥ നോമ്പിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സഹായിക്കുന്ന ഒരു പരിപാടിയല്ല. വിശപ്പും ദാഹവും ഒക്കെ അറിയണം. തന്റെ ശക്തി ക്ഷയിച്ചു വരുന്നത് അവൻ അറിയാൻ കഴിയണം. അപ്പോഴാണ് അവന്റെ ഹൃദയം തെളിയാൻ തുടങ്ങുന്നത് എന്നാണ് മഹാനവറുകൾ പറഞ്ഞു തരുന്നത്. അങ്ങനെ ഓരോ രാത്രിയും അവന്റെ ശക്തി ക്ഷയിച്ചു വരുമ്പോൾ, അല്പാൽപമായി അവന്റെ ശരീരത്തിന്റെ ഖുവത്ത് ക്ഷയിച്ചു വരുമ്പോൾ, ഹത്താ യഖിഫ അലൈഹി തഹജ്ജുദുഹു വ ഔറാദുഹു, അവന്റെ തഹജ്ജുദും അതുപോലെ തന്നെ ഔറാദുകളും ഒക്കെ അവന് ലഘുവായി തോന്നും. വയറ് നിറഞ്ഞ അവസ്ഥയിൽ നാം നമസ്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ നമസ്കാരം, വയറ് ഒഴിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നിസ്കരിക്കുമ്പോഴുള്ള അവസ്ഥയും രണ്ടും രണ്ടാണ്. അപ്പം നോമ്പിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നതിന് മഹാനായ ഗസാലി ഇമാം തങ്ങൾ നിർദ്ദേശിക്കുന്ന മറ്റൊരു കാര്യമാണ് പകലിൽ അധികം ഉറങ്ങാതിരിക്കുക എന്നത്. കാര്യം വിശപ്പും ദാഹവും ഒക്കെ ഇവൻ അറിയണം. അങ്ങനെ അറിയുമ്പോൾ അവന്റെ ശക്തി ക്ഷയിക്കുന്നത് ഇവൻ മനസ്സിലാക്കുമ്പോൾ അതിലൂടെയാണ് അവന്റെ ഹൃദയത്തിന് ശുദ്ധി ഉണ്ടാകുന്നത്, തെളിച്ചമുണ്ടാകുന്നത്. അപ്പോഴാണ് പിശാചന്റെ സഞ്ചാര വഴികൾ കുടുസാകുന്നത്. അഥവാ ശൈത്താൻ സഞ്ചരിക്കുന്നത് മജിറദ്ദം, ബ്ലഡിന്റെ സർക്കുലേഷൻ ശരീരത്തിൽ എവിടെയൊക്കെ ഉണ്ടോ അവിടെ കൂടെ എല്ലാം പിശാച് സഞ്ചരിക്കുമെന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അപ്പോൾ അത് കുറയലിലൂടെ ഇബ്ലീസിന്റെ സഞ്ചാരവും കുറയും. അങ്ങനെ വരുമ്പോൾ സലിമാൻ പറയുകയാണ്, അപ്പോൾ പിശാച് മനുഷ്യന്റെ ഹൃദയങ്ങളിൽ മറയിടുന്ന പരിപാടി അവസാനിപ്പിക്കും. ഫയൻളുറു ഇലാ മലകൂത്തിസ് സമാ, അപ്പോഴാണ് അദൃശ്യ ലോകത്തേക്ക് ഇവന് കണ്ണ് തുറന്നു വരുന്നത്, ഹൃദയത്തിന്റെ അകക്കണ്ണ് തുറക്കുന്നത് അപ്പോഴാണ്. ഇബ്ലീസ് ഹൃദയത്തിൽ മറയിടാതിരിക്കുമ്പോൾ മാത്രമാണ് ഹൃദയത്തിന്റെ കണ്ണ് തുറന്നുകൊണ്ട് ആലം മലക്കൂത്തിലേക്ക്, നമ്മളിപ്പോൾ ഉള്ളത് ആലം നാസൂത്തിലാണ്, ദൃശ്യലോകത്താണ്. നമ്മൾ മുഖത്തെ കണ്ണുകൊണ്ടാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണുന്നത്. എന്നാൽ ആലം മലക്കൂത്തിലേക്കുള്ള കാഴ്ചകൾ അതിന് ഹൃദയത്തിന്റെ കണ്ണാണ് തുറന്നു കിട്ടേണ്ടത്. അതിന് തടസ്സമായിട്ടാണ് ഇബ്ലീസ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇബ്ലീസിന്റെ സഞ്ചാരം നാം തടഞ്ഞു കഴിഞ്ഞാൽ അവൻ മനുഷ്യ ഹൃദയങ്ങളിൽ മറയിടുന്നത് അവസാനിപ്പിക്കും. അപ്പോൾ മനുഷ്യന്റെ അകക്കണ്ണ് തുറന്ന് അവന് ആലം മലക്കൂത്തിലേക്ക്, അദൃശ്യ ലോകത്തേക്ക് നോക്കാനുള്ള അവസരം ലഭിക്കും. എന്നിട്ട് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, വലൈലത്തുൽ ഖദ്രി ഇബാറത്തുൻ അനിൽ ലൈലത്തിൽ ലത്തി യൻകശിഫു ഫീഹാ ശൈഉം മിനൽ മലക്കൂത്ത്. ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ അദൃശ്യ ലോകത്തേക്ക് കണ്ണ് തുറക്കുന്ന ആ ഒരവസ്ഥയെക്കുറിച്ചാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത്. ഒരാൾക്ക് ലൈലത്തുൽ ഖദ്ർ കിട്ടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാഹ്യമായ രൂപം വിശുദ്ധ റമദാനിലെ ഒരു രാത്രിയിൽ ഇശ നിസ്കരിച്ച് അയാൾക്ക് ലൈലത്തുൽ ഖദ്റിന്റെ അംശം കിട്ടിയെന്ന് പറയും. സുബഹി വരെ ഉറക്കമൊഴിഞ്ഞ് അയാൾ ഫുൾ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി ഉറക്കമൊഴിഞ്ഞിരുന്നു. അതൊക്കെ എൻ്റെ ബാഹ്യമായ രൂപമാണ്. എന്നാൽ ലൈലത്തുൽ ഖദ്ർ ഒരു മനുഷ്യന് കിട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് മഹാനവറുകൾ പറയുകയാണ്. ഇങ്ങനെ വ്രതാനുഷ്ഠാനത്തിലൂടെ ഹൃദയവിശുദ്ധി നേടി അവന്റെ ഹൃദയത്തിന്റെ കണ്ണു തുറന്ന് ആലം മലക്കൂത്തിലേക്ക് ദർശനം ഉണ്ടാകുന്ന ആ അവസ്ഥയെക്കുറിച്ചാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ വിശുദ്ധ റമദാനിൽ ഹൃദയവിശുദ്ധിയിലൂടെ തന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ഒരാൾക്കാണ് ലൈലത്തുൽ ഖദ്ർ കിട്ടിയത് എന്നാണ് മഹാനായ ഗസാലി ഇമാം തങ്ങൾ ഇവിടെ വിവരിക്കുന്നത്. മഹാന്മാരായ മശായിഖന്മാരുടെ തർബിയത്തിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. ആ വഴിയിൽ നമ്മെ പുരോഗതിയിലേക്ക് നയിക്കുന്ന പരിശുദ്ധമായൊരു മാസവും പരിശുദ്ധമായൊരു ഇബാദത്തുമാണ് വ്രതാനുഷ്ഠാനം. അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.